ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് മാംഗോ വെച്ചിട്ടാണ് ഒരു പുഡിംഗ് റെസിപ്പി ഞാൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ മാംഗോ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഞാനിവിടെ മാങ്ങ എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. ഈ രീതിയിൽ മുറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ല പഴുത്ത മാങ്ങയാണ്. ഇതുപോലുള്ള മാങ്ങയാണ് പുഡിംഗ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടുപറമ്പിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവാം. അപ്പോൾ ആ മാങ്ങ തന്നെ എടുക്കാം. പിന്നെ നാരുള്ള മാങ്ങ എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ പുളിയുള്ള മാങ്ങയും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാങ്ങയെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ നല്ല മധുരം ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ. എന്നിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അല്പം പോലും വെള്ളം അല്ലെങ്കിൽ പാലൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കണം. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തു വച്ചിട്ടുണ്ട്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. നല്ലപോലെ തണുത്ത വിപ്പിംഗ് ക്രീം എടുക്കണം. അതേപോലെ ഐസ് കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമല്ലോ, അത്രയൊന്നും സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീം എടുക്കണം. ഫ്രീസറിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മുമ്പേ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റണം. എന്നിട്ട് ഐസൊക്കെ മാറിയതിന് ശേഷം നല്ല തണുപ്പോട് കൂടി ബീറ്റ് ചെയ്തെടുക്കണം. തണുപ്പ് കുറഞ്ഞു പോയാൽ നന്നായിട്ട് ബീറ്റായി കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് ഫ്രഷ് ക്രീം വേണേലും ഉപയോഗിക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, മാംഗോ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആവണം. അത്രയും മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഗൈസ്, ഇവിടെ ഞാനെല്ലാം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ, സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തും മിക്സർ ഇങ്ങനെ നന്നായിട്ട് എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സ്പാച്ചില വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്ത് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പാലെടുക്കണം. പാലിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്കാകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തു വച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡോ അല്ലെങ്കിൽ കേക്കോ ആണ്. കേക്കാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി കേക്ക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇതിന് പകരമായിട്ട് ബ്രെഡും ഉപയോഗിക്കാം. നമ്മൾ ഏത് ട്രേയിലാണ് പുഡിംഗ് റെഡിയാക്കുന്നത് ആ ട്രേയിലേക്ക് കേക്ക് പീസ് ഉണ്ടല്ലോ ഇതേപോലെ നിരത്തി വെക്കണം. കേക്കിൽ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലായിട്ട് പാൽ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് കുതിർന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ കേക്കെല്ലാം നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാംഗോ വിപ്പിംഗ് ക്രീം മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. വീഡിയോ ശ്രദ്ധിച്ചാൽ മതി. ഒരേപോലെ ലെവലാക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നട്സ് ഉണ്ടല്ലോ അതും പൊടിച്ചിട്ട് കൊടുക്കാം. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വീണ്ടും കേക്ക് വെച്ച് കൊടുക്കണം. കേക്ക് അല്ലെങ്കിൽ ബ്രെഡ് ഏതായാലും കുഴപ്പമില്ല. കേക്കാണ് കുറച്ചും കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. പാൽ ഒഴിക്കാതെയും ചെയ്യാറുണ്ട്, എങ്കിലും പാൽ ഒഴിച്ചിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ്.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും മാംഗോ മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. വീണ്ടും ചോക്ലേറ്റോ ബിസ്ക്കറ്റോ നട്ട്സോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ചെറിയ പീസായിട്ട് ചോക്ലേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും കേക്ക് വെച്ച് കൊടുക്കണം. അതേപോലെ പാൽ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പുഡിംഗ് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഈ പൾപ്പെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇനി കുറച്ച് കേക്ക് ഉണ്ടല്ലോ, ചെറുതായി പൊടിച്ച് ഇതേപോലെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്നേക്കാളും കൂടുതൽ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെ വേണേലും ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് 5-8 മണിക്കൂർ തണുപ്പിച്ച് കഴിക്കണം. അപ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് പെരുന്നാളിന് ഉണ്ടാക്കിയ റെസിപ്പിയായിരുന്നു. എല്ലാവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ബൈ ബൈ.